ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025 നമുക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ മിത്തുകൾ, നമുക്ക് ത്രോ അവേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഫസ്റ്റ് സാധനമാണ് എക്സ്ഫോളിയേഷൻ. അതായത് നമ്മൾ വീട്ടിലും അല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബുകളെ പറ്റിയിട്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് ഫിസിക്കൽ സ്ക്രബുകൾ. അതായത് നമ്മുടെ ഒരുപാട് ബ്രാൻഡുകൾ ഇറക്കുന്ന എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ. ഇത് ആക്ച്വലി യൂസ്ഫുൾ ആണോ, എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അതല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഗ്ലോ കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് എക്സ്ഫോളിയേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആയിട്ടുള്ള സ്ക്രബുകൾ യൂസ് ചെയ്യണം വേണ്ട? ആക്ച്വലി വേണ്ട. എന്തുകൊണ്ടെന്നതിൽ ഇതിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേ ആയി. നമ്മൾ പക്ഷെ ഇപ്പോഴും അത് വിശ്വസിച്ച് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്ക്രബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിനകത്തറിയാം, അതിനകത്ത് ഒരുപാട് തരിതരിയായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ സാധനങ്ങൾ നിങ്ങൾ മൈക്രോസ്കോപ്പിന് അണ്ടിൽ കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ഷേപ്പ് ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതല്ലാതെ പോയിന്റഡ് ആയിട്ടോ ഷാർപ്പായിട്ടോ ഒക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മൈക്രോ ടിയേഴ്സ് ഉണ്ടാക്കും. ഇത് ഓവർ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും നമ്മുടെ സ്കിൻ ഓഫ് കളറുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എക്സ്ഫോളിയേഷന് വേണ്ടി എന്ത് യൂസ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരുപാട് കെമിക്കൽ എക്സ്ഫോളിയേഷൻസ് വന്നിട്ടുണ്ട്. കെമിക്കൽ എന്ന് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ള കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ഉണ്ട്, ഓരോ സ്കിൻ ടൈപ്പിനായിട്ടുള്ള കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് സ്കിൻകാരൊക്കെ ആണെങ്കിൽ നമുക്ക് മെന്റലിക് ആസിഡ് എന്ന് പറയുന്ന സാധനം, ഇതൊരു AH ആണ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മുടെ ഔട്ടർ ലെയറിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഡെഡ് സ്കിന്നിനെ, നമ്മുടെ പുറത്തിരിക്കുന്ന ഡെഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത്, അതായത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് കളയാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വീക്കിലി വൺസോ ടോയ്സോ നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി. മെന്റലിക് ആസിഡ് കൂടാതെ നമുക്ക് ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഇതിനായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഓയിലി സ്കിൻകാരാണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ്, അതായത് ഒരു BH, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഇനി എല്ലാവർക്കും എക്സ്ഫോളിയേഷൻ ആവശ്യമുണ്ട്? ഇല്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 25-20 വയസ്സ് വരെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആയിട്ട് പോകും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് പോവാതിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ ചാൻസ് കുറവാണ്. നോർമലി ഒരു നോർമൽ സ്കിൻകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഒരു ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതല്ല, നിങ്ങളുടെ ഡൾ സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സ്ഫോളിയേഷൻ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ഫോളിയേഷൻ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഡൾ സ്കിന്നോ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷനോ ഓയിൽനെസ്സോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എക്സ്ഫോളിയേഷൻ ചെയ്താൽ മതി. നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് അധികം സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു ടൈപ്പ് എക്സ്ഫോളിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഗ്ലോയി സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ അതൊരു കെമിക്കൽ എക്സ്ഫോളിയേറ്ററിലോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ സ്ക്രബുകളോ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ 2025 നമ്മൾ ആദ്യമേ ത്രോ അവേ ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഏതാണ്? നമ്മുടെ സ്ക്രബുകൾ. രണ്ടാമത് നമ്മൾ ത്രോ അവേ ചെയ്യുന്ന സാധനമാണ് പോസ്റ്റ് സ്ട്രിപ്സ്. എനിക്ക് നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് കളയാൻ പറയുമ്പോൾ അതിന്റെ ആൾട്ടർനേറ്റീവും കൂടെ പറഞ്ഞു തരണ്ടേ. എന്തുകൊണ്ടാണ് പോസ്റ്റ് സ്ട്രിപ്സ് യൂസ് ചെയ്തുകൂടാ എന്ന് പറയുന്നതിന്റെ റീസൺ പറയാം. പോസ്റ്റ് സ്ട്രിപ്സ് ഫസ്റ്റ് ഷോർട്ട് ടേം യൂസ് മാത്രമാണ്. കാരണം നിങ്ങൾ ഇന്ന് യൂസ് ചെയ്താൽ ഇന്നൊരു റിസൾട്ട് കിട്ടും. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തിരിച്ചു വരും. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ മുഖത്തൊരു റെഡിഷ്നെസ് അവിടെ നിൽക്കും. ഈ റെഡിഷ്നെസ് നമ്മുടെ സ്കിൻ ബാരിയർ ചിലപ്പോൾ ഡാമേജ് ആയതുകൊണ്ടായിരിക്കും. കാരണം നമ്മളൊരു ലെയർ സ്കിൻ വലിച്ചെടുത്ത് കളയാണ്, അത് ട്രോമ തരെയാണ് നമ്മുടെ സ്കിന്നിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് യൂസ് ഇല്ല. പിന്നെ ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും സെബേഷ്യസ് ഫിലമെന്റും ആ പോർഷൻ ഞാൻ പറഞ്ഞാൽ ഇന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നാളെ തിരിച്ച് അതുപോലെ വരും. കാരണം നമ്മുടെ പോസ് അതുപോലെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ പോസിനെ അടയ്ക്കുക, ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാതിരിക്കുന്ന തടയുക, പിന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ വൈറ്റ് ഹെഡ്സിന്റെയും ബ്ലാക്ക് ഹെഡ്സിന്റെയും പ്രൊഡക്ഷൻ ഒരുപാട് രീതിയിൽ കൺട്രോൾ ചെയ്യാം. അത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ്.
സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതായത് ഓയിൽ ഇഷ്ടപ്പെടുന്ന ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൽ ചെന്നിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ രണ്ടാമതൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഈ ഓൾറെഡി ഉള്ള ഓയിൽസിനെയും ഡേർട്സിനെയും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോസിന് പുറത്തോട്ട് കളയും. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കണ്ടില്ല, അകത്ത് പോയി കളയുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ ലിറ്ററലി ചെയ്യുന്ന ആളാണ് സാലിസിലിക് ആസിഡ്. അപ്പൊ അങ്ങനത്തെ ഒരു യൂസ് സാലിസിലിക് ആസിഡ് ഉണ്ട്. രണ്ടാമത് നയാസിനമൈഡ്. നയാസിനമൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കും. ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ സെബേഷ്യസ് നോർമലി നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഗ്ലാൻഡ് എക്സസീവ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്, അതല്ലെങ്കിൽ ഇനഫ് ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നയാസിനമൈഡ് ഹൈഡ്രേഷൻ തരുമ്പോഴും നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറയും. അത് കാരണം നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെ പോസിനെ അടയ്ക്കാത്ത സാധനങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടാണ്. അതിനാണ് നമ്മൾ നോൺ കോംബോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം, അതായത് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഓപ്പൺ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും തടയാനും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത്, അതായത് ഈ സാലിസിലിക് ആസിഡും നാസിനും എങ്ങനെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, സാലിസിലിക് ആസിഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും നല്ല വേ എന്ന് വെച്ചാൽ ഫേസ് വാഷിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം, പിന്നെ നമുക്ക് സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറത്തിന്റെ ഫോമിൽ 2% വരെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്. അപ്പൊ നമുക്ക് വീക്കിലി വൺസോ ടോയ്സോ, നിങ്ങളുടെ എക്സീവ് ഓയിലി സ്കിൻ ആണെങ്കിലും അതല്ല നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ച 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും അടുപ്പിച്ച് യൂസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം. ഇപ്പൊ നിങ്ങൾ മൺഡേ യൂസ് ചെയ്യാം, പിന്നെ തേഴ്സ്ഡേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഡിസ്റ്റൻസ് കൊടുക്കണം. അതല്ല നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഏരിയയിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ മാത്രം സിറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് സിറം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സിറം നമ്മുടെ ഫേസിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വർക്കിംഗ് പീരീഡ് കിട്ടും. ഫേസ് വാഷ് ആണെങ്കിൽ നമ്മൾ മാക്സിമം 60 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഫേസിൽ 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് ഒക്കെ നമ്മൾ ഫേസിൽ വെക്കാറുള്ളൂ. നമ്മൾ കഴുകി കളയും, വർക്കിംഗ് പീരീഡ് കുറവാണ്. അതുകൊണ്ടാണ് സാലിസിലിക് ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. സിറം നമുക്ക് വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി സാലിസിലിക് ആസിഡ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. നയാസിനമൈഡ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% ഡെയിലി യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. മിനിമലിസ്റ്റിലും സുഗന്ധയിലും ഡെർമക്കോയിലും ഒക്കെ നമുക്ക് 5% നയാസിനമൈഡ് സിറം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റില്, ഡോക്ടർ ഷീറ്റില്, ഫോക്സ്റ്റെയില്, ആക്നെ സ്ക്വാഡില് ഒക്കെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ നയാസിനമൈഡും പിന്നെ സാലിസിലിക് ആസിഡ് സെറത്തിലോട്ട് പോകണമെങ്കിൽ നമുക്ക് മിനിമലിസ്റ്റില്, ഡെർമക്കോയില്, ഓർഡിനറിയില് ഒക്കെ നമുക്ക് സാലിസിലിക് ആസിഡ് സെറം അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നോൺ കോംബോജനിക് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, അത് നോൺ കോംബോജനിക് ആയിരിക്കണം. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഡോക്ടർ ഷെയ്ത്തിന്റെ വിറ്റാമിൻ സി ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ കോജിക് ആസിഡ് ആൻഡ് കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ വിത്തിൻ ബ്യൂട്ടിയുടെ മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല റെക്സിന്റെ ഹൈഡ്രവെൽ. ഇതിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ നോൺ കോംബോജനിക്കാണ്, നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും വരാൻ പോണില്ല. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ഓയിലി സ്കിൻ കാർഡാണെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് നോസ് സ്ട്രിപ്സ് സുഖമായിട്ട് എടുത്ത് കളയാനും പറ്റും. തേർഡ് നമ്മൾ എടുത്ത് കളയാൻ പോണതാണ് ഫേസ് വാഷും ബ്രഷസും. എന്തുകൊണ്ട് ഇത് എടുത്ത് കളയുന്നു? നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ഒന്നാമത്, ഇത് ബേസിക്കലി 2 ടൈപ്പ് ബ്രഷസ് കിട്ടും. നോർമൽ പ്ലാസ്റ്റിക് ബ്രിസിലുള്ള ബ്രഷസ് വാങ്ങിക്കാൻ കിട്ടും. അതും വിത്ത് മെഷീൻ ഉള്ളത്. നമ്മുടെ സ്കിന്നാണ്, ടൈൽസോ പാത്രമോ അല്ല ഉരച്ചിട്ട് കഴുകാനായിട്ടുള്ള സാധനം അല്ല, സ്കിന്നാണ്. ഭയങ്കര ജെന്റിലായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട സാധനമാണ്. എക്സാമ്പിൾ, നമ്മൾ ഈ കൊറിയൻ സ്കിൻകാരുടെ സ്കിൻ കെയർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? എന്നാൽ നമുക്കല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, അവര് സ്കിൻ ഡാമേജ് ചെയ്യുന്നതിനേക്കാളും സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആ ഒരു പ്രോസസ്സ് നമ്മുടെ സ്കിന്നിലോട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കും വർക്ക് ചെയ്യും. നമ്മൾ സ്കിന്നിനെ ഭയങ്കര ഹാർഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത്രയും വലിയ ഡള്ളും പൊടി നമ്മൾ പരസ്യത്തിൽ തന്നെ നമ്മൾ അത്ര ഹാർഷ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തത്. സ്കിന്ന് ജെന്റിലായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഇഷ്യൂ അവിടെ തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് വാഷും ബ്രഷസുകൾ ആവശ്യമില്ല. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിലിക്കോൺ ബേസ് ചെയ്തിട്ടുള്ള ബ്രഷസ് അവൈലബിൾ ആണ്. ഒരു കാലം നിങ്ങൾ തന്നെ നോക്കി 2 years ബാക്ക് വരെ ഇത് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ഉപയോഗം കുറഞ്ഞു കാണുന്നുണ്ട്. കാരണം അതിന്റെ സൈഡ് എഫക്ട്സ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. പണ്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതും ഈ ഒരു സാധനങ്ങളായിരുന്നു.
അന്ന് തൊട്ടേ ഞാൻ പറയുകയാണെങ്കിൽ 2 വർഷം ഓക്കെ ഫൈൻ, ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് 2 years ആവരെ. അന്ന് തൊട്ടേ ഞാൻ പറയുകയാണെങ്കിൽ ഈ സാധനത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ലാന്ന്. 2, നമ്മൾ നോർമലി ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്, അതല്ലെങ്കിൽ ഒരു ആക്റ്റീവ്സ് ഉള്ള, അതായത് സാലിസിലിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ഒക്കെ ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് അഴുക്ക് പോകും. അതല്ലാണ്ട് ഒരച്ച് കളയേണ്ട അഴുക്കൊന്നും നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് മോർണിംഗിലൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷുകളുടെ ആവശ്യമില്ല. ബ്രഷ് ഓവർ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേഷൻ നടക്കും. അതായത് ഇങ്ങനെ സ്കിൻ ലെയേഴ്സ് പൊക്കോണ്ടിരിക്കും. ഇത് ഓവർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുകയും ഡൾ ആവുകയും ചെയ്യും. അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എപ്പോഴും ഫേസ് വാഷ് ചെയ്യാനായിട്ട് നല്ലത് കൈ തന്നെയാണ്. അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട നമ്മുടെ കൈയാണ്. വെറുതെ 2000-3000 രൂപ കളഞ്ഞ്, അതല്ലെങ്കിൽ 700 രൂപ പോലും കളഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷും ബ്രഷസുകൾ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. 4ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ്, അല്ലെങ്കിൽ 4ാമത്തെ പ്രൊഡക്റ്റ് ആണ് ക്ലെൻസിങ് ഓയിൽ. ഓക്കെ, എനിക്കറിയാം ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ഈ ക്ലെൻസിങ് ഓയിൽ കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ ഒന്ന് സൂക്ഷിച്ചു, നീ തന്നെയല്ലേ ക്ലെൻസിങ് ഓയിലിന് ഇത്രയും മാർക്കറ്റ് ചെയ്യുന്ന ആള്, എപ്പോഴും പറയുന്ന ആൾ. ഡെഫിനറ്റ്ലി ആണ്, ഞാൻ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ എല്ലാവർക്കും ഞാൻ പറയത്തില്ല എല്ലാ പ്രൊഡക്ട്സും വർക്ക് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് ക്ലെൻസിങ് ഓയിൽസ് വർക്ക് ചെയ്യണമെന്നില്ല, അത് നോർമൽ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ്, ഇൻ കേസ് നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, നിങ്ങളിപ്പോ ഹെവി മേക്കപ്പ് ഒന്നും നമ്മുടെ നാട്ടിൽ നമ്മളെന്നും എല്ലാവരും ഇടാറില്ല. കൂടിപ്പോയ ഒരു ചെറിയ ഫൗണ്ടേഷൻ, അതും ഒരു കഴിവക്കത്തിന് പോകുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോസ് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ആയിട്ട് ക്ലെൻസ് ചെയ്യുന്നത്, അല്ലെ? അത് മെൽറ്റ് ആയിട്ട് പോവാതിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി 2 രീതിയിൽ അത് യൂസ് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവിംഗ് ഫേസ് വാഷസ് അവൈലബിൾ ആണ്, നമ്മളെ ഫോക്സ്റ്റൈലിൽ കിട്ടുന്ന പോലെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസെല്ലാർ വാട്ടേഴ്സ് അവൈലബിൾ ആണ്, അതും കോട്ടൺ പാഡ്സും യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓയിൽസ് വർക്ക് ചെയ്യണം എന്നില്ല. അതിന് പകരം ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അവരുടെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരും. അതല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഫേസ് വാഷ് യൂസ് ചെയ്യില്ല, ഡബിൾ ക്ലെൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ക്ലെൻസിങ് ഓയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യണം എന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ ക്ലെൻസിങ് ബാം ആയിട്ട് കിട്ടുന്ന പല സാധനങ്ങളുടെയും മെയിൻ ഇൻഗ്രീഡിയന്റ് കോക്കനട്ട് ഓയിൽ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. കോക്കനട്ട് ഓയിൽ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്കും അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ്. ഈവൻ ദോ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽസ് ഉണ്ട്, സുഗന്ധ, അതല്ലെങ്കിൽ നമ്മുടെ നോൺ കോംബിഡോജനിക് ആയിട്ടുള്ള എർത്രത്തിന്റെ ക്ലെൻസിങ് ഓയിൽസ് ഉണ്ട്. പക്ഷെ അതും ചില ആൾക്കാർക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മിസലർ വാട്ടറിലോട്ട് യൂസ് മിസലർ വാട്ടർ, അതല്ലെങ്കിൽ നമ്മൾ ഫോക്സ്റ്റൈലിന്റെ ഡെയിലി ഡ്യൂറ്റ് പോലെയുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരും. ഫോഴ്സ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ക്ലെൻസിങ് ഓയിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, നിങ്ങൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാം. അതല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് മൂക്കൂര് വരുത്തേണ്ട ആവശ്യം ഇല്ല. ഏത് സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആയാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിലോട്ട് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. റിസൾട്ട് ബെനിഫിറ്റിനേക്കാളും അത് നിങ്ങൾക്ക് പ്രശ്നമേ തരാൻ പോകുന്നുള്ളൂ. 5ാമത്തെ പ്രൊഡക്റ്റ് ആണ് ഷീറ്റ് മാസ്ക്. ഷീറ്റ് മാസ്ക് ഭയങ്കര വൈറലായിട്ട് ഇരിക്കുന്ന സാധനമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്യണോ, വീക്കിലി യൂസ് ചെയ്യണോ എന്നൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആക്ച്വലി ഷീറ്റ് മാസ്ക് എന്ന് വെച്ചാൽ വെറും ഹൈഡ്രേറ്റിംഗ് സാധനമാണ്. അത് ഡെയിലി യൂസ് ചെയ്യണം എന്നോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലി വൺസ് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് അടിയും. അതല്ല നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഓവർ അത് കാരണം നമുക്ക് ഒരു ഷീറ്റ് മാസ്കിന് 100 rupees ആണ്. അപ്പൊ അത്രയും പൈസ കൊടുത്ത് അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹൈഡ്രേഷൻ ആണ് നിങ്ങൾക്ക് ടോണേഴ്സിലോട്ടോ, അതല്ലെങ്കിൽ നല്ല ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സോ സിറംസോ യൂസ് ചെയ്താൽ മതി. ഇതേ റേറ്റ്, ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷീറ്റ് മാസ്ക് നെസസറി അല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നോ, എന്നുവെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷന് പോണതിന് മുന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റിനൊക്കെ പുറത്ത് പോകുന്നതിന് മുന്നേ ഒക്കെ നിങ്ങൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഒരിക്കലും ഒരു കമ്പൽസറി സാധനമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുന്ന സാധനമാണ് ഷീറ്റ് മാസ്ക്. അതല്ലെങ്കിൽ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് കൊറോണ സമയത്ത് എന്തോ യൂസ് ചെയ്തതാണ്, അന്ന് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തത്. കാരണം എനിക്കൊന്ന് കല്യാണത്തിന്റെ ഒരുക്കത്തിന്റെ ഒക്കെ സമയത്ത് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓൾമോസ്റ്റ് 3 years ആയി ഞാൻ റെഗുലർ ആയിട്ട് ഷീറ്റ് മാസ്ക് എന്റെ ഫേസിൽ യൂസ് ചെയ്തിട്ട്. യൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോഴോ, അതല്ലെങ്കിൽ എനിക്ക് സ്കിന്നിന് തോന്നും ലൈക്ക് ഓക്കെ ഫൈൻ എന്റെ സ്കിൻ ഡ്രൈ ആണ് ഡൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം. എന്നല്ലാണ്ട് അതൊരു സ്ട്രിക്റ്റ് റൊട്ടീൻ ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സോ മോയ്സ്ചറൈസേഴ്സോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെനിഫിറ്റും കിട്ടും, നമ്മുടെ സ്കിന്നിൽ നിൽക്കുകയും ചെയ്യും, നമ്മുടെ പണവും ലാഭമായിട്ട് വരും. അടുത്തതാണ് മോയ്സ്ചറൈസർ. എനിക്കറിയാം
ഇപ്പൊ നിങ്ങൾ ചോദിക്കും മോയ്സ്ചറൈസർ ഇത്തിരി മുന്നേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, ഇപ്പൊ നിങ്ങൾ പറയുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു സെറമോ ടോണർ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മോർണിംഗ് സമയത്ത് നമുക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പോണില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ടോണേഴ്സിലും സെറത്തിനകത്തും സൺസ്ക്രീനകത്തും ഇനഫ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ തരുന്നുണ്ട്. അപ്പൊ അത് ഓവർ യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് പോയിന്റ്. നിങ്ങൾ 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ വേണം. അതല്ല നിങ്ങളൊരു ഫേസ് വാഷും ടോണറും സെറമും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ, പ്രത്യേകിച്ചും നിങ്ങളുടേത് നോർമൽ സ്കിൻ വരെ ആണെങ്കിൽ, ഓയിലി ടു നോർമൽ സ്കിൻ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാൻ വേണം. ഞാൻ എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരിക്കലും പ്രൊഡക്റ്റിന് നമ്മൾ ഒരു സാധനം നമ്മൾ ഓവർഡു ചെയ്യേണ്ട ആവശ്യമില്ല. അത് മോയ്സ്ചറൈസർ ആയാലും ശരി, സ്കിൻ കെയറിൽ എന്തായാലും ശരി, ഓവർഡു ചെയ്യേണ്ട ഒരേ ഒരു സാധനം ഞാൻ സൺസ്ക്രീൻ ആണ്. അത് ഒരിക്കലും ഓവർഡു ആവാനും പോണില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിപ്പോ വേണ്ട. ഇപ്പൊ 10 ടൈംസ് എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഞാൻ 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്തിട്ട് എന്തിനാന്ന് പോലും ഇല്ലാണ്ട് വെറുതെ അതിന്റെ ഒന്നും ആവശ്യം, നമ്മുടെ സ്കിൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാത്രം കൊടുത്തു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള ആ ഒരു ഓവർ ഓയിൽനെസ് കുറയുകയും ചെയ്യും. നിങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്ന കറക്റ്റ് റൊട്ടീൻ അല്ലേ. ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓവറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സൺസ്ക്രീൻ പൈലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് സെറം കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും, നൈറ്റ് ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. പണം ലാഭം, നമ്മുടെ സ്കിൻ കെയറും പ്രോപ്പർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നമ്മുടെ സൺസ്ക്രീനും ഒരു കുഴപ്പം ഉണ്ടാകുമ്പോഴല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. സ്കിൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അടുത്തത് നമ്മുടെ സ്കിൻ കെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനമാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ടോണർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിന് മുന്നേ എസൻസ് യൂസ് ചെയ്യും, അതിന് മുന്നേ പുതിയ ആംബ്യൂൾ എന്ന് പറഞ്ഞ പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യും. പ്രത്യേകിച്ചും മറ്റുള്ള ആൾക്കാർ കണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇതെല്ലാം സ്കിൻ കെയറിൽ യൂസ് ചെയ്യും. ആക്ച്വലി ഇതിന്റെ എല്ലാ ആവശ്യമുണ്ടോ? ഇല്ല. സംഭവം നമ്മുടെ സ്കിന്ന് ഹൈഡ്രേഷൻ ആവശ്യമാണ്. അത് ചിലപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്നോ സിറത്തിൽ നിന്നോ സൺസ്ക്രീനിൽ നിന്നോ ഇനഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോണറിന്റെ എസൻസിന്റെ ആംബ്യൂളിന്റെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം എ സിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിന്റെ ആവശ്യമുള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഞാൻ നമ്മുടെ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണർ, ഗ്രീൻ ടീ മിസ്റ്റും ഒരുമിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നും അറിയത്തില്ല ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് എന്തിനാണ് വാങ്ങിച്ചതെന്നുള്ളത്. കാരണം അപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഇത് എല്ലാവരും ടോണർ മിസ്റ്റ് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ടോണർ മിസ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെയല്ല, നമ്മളെ സ്കിൻ എന്ത് ആവശ്യപ്പെടുന്നു അത് മാത്രമേ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നേരെ ഒന്ന് ആംബ്യൂൾ ഇട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് എസൻസ് ഇട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് ടോണർ ഇട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഡ്രേറ്റിംഗ് സെറം യൂസ് ചെയ്തിട്ട്, അതിന് വേണ്ടി നിങ്ങളുടെ സ്കിൻ കൺസേൺ വെച്ചിട്ടുള്ള സെറം യൂസ് ചെയ്ത്, അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, പിന്നെ രണ്ടാമത്തെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ, പിന്നെ ഒരു ലിപ് ബാം, പിന്നെ വീണ്ടും ഒരു സൺസ്ക്രീൻ. അത്രയും ആവശ്യമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സിറം ഫോളോ അപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ സ്കിൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ദെൻ സൺസ്ക്രീൻ. അത് വേണമെങ്കിൽ നിങ്ങൾ ലെയർ ചെയ്ത് ഇഷ്യൂ ഇല്ല, കാരണം സൺ പ്രൊട്ടക്ഷൻ സാധനം അത് നിങ്ങൾ ലെയർ ചെയ്ത് ഇഷ്യൂ ഇല്ല. അതല്ലാണ്ട് 100 സാധനങ്ങൾ നിങ്ങൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിൻ എന്ത് ആവശ്യപ്പെടുന്നു അത് മാത്രമേ ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മൾ ടോണറൊക്കെ ഫസ്റ്റ് സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അന്ന് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് അനുസരിച്ചിട്ടൊന്നും റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് വാഷിന് പറ്റത്തില്ല. നന്നായിട്ട് പി എച്ച് ഒക്കെ സ്കിന്നിന്റെ പി എച്ച് കുറയ്ക്കും, അത് കാരണം സ്കിൻ ഡ്രൈ ആക്കും. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ടൊക്കെ ആയിരുന്നു ടോണേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഫേസ് വാഷിലോ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ഓൾട്ടർ ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ പിന്നെ വെറുതെ ടോണർ യൂസ് ചെയ്യണ്ടോ? വേണ്ട. പക്ഷേ നിങ്ങൾ നല്ല എക്സീവ് ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് ഇനഫ് ഹൈഡ്രേഷൻ മോയ്സ്ചറൈസറിൽ നിന്നോ സിറത്തിൽ നിന്നോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോണർ എസൻസ് യൂസ് ചെയ്തോ, കുഴപ്പമില്ല. അതല്ല, ടോണർ എസൻസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, ഇതൊരു ആഡ് ഓൺ സ്റ്റെപ്പ് ആയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യും. അതല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ഇത് യൂസ് ചെയ്താലേ എന്റെ സ്കിൻ നന്നാവും എന്ന് വിചാരിച്ചിട്ടൊരു ടോണർ യൂസ് ചെയ്യേണ്ട. അങ്ങനെ ഒരു ടോണർ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഒരു ജസ്റ്റ് ഒരു ഹൈഡ്രേറ്റിംഗ് സ്കിൻ സ്റ്റെപ്പ് മാത്രമാണ് ടോണേഴ്സ്. അത് എപ്പോഴും മനസ്സിലാക്കുക. ടോണർ ആയാലും എസൻസ് ആയാലും ആംബ്യൂൾ ആയാലും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരും 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്ത്, കാരണം പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവിടെ ഓവർ സ്റ്റെപ്പ് ചെയ്തിട്ട് സ്കിൻ ഡാമേജ് ആക്കും. ചില ആൾക്കാർ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള
ധാരാളം സ്കിൻ കെയർ ചെയ്യും. പക്ഷെ കൺവെൻഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് സ്കിൻ ബാരിയർ ഡാമേജ് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ പ്രൊട്ടക്ട് ചെയ്ത് സ്കിൻ ആവശ്യമുള്ളത് മാത്രം കൊടുത്ത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അതനുസരിച്ച് റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനായിരിക്കും. നിങ്ങൾക്ക് ഓരോ പെർട്ടിക്കുലർ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സാരി.